താങ്ക് യു. മീനൂട്ടാ വിളിക്കല്ലേ, ഞാൻ ബൈനോക്കുലർ സെറ്റ് ചെയ്യാം. ആര്യ ചേച്ചി അത് എടുക്കുമ്പോഴേ നമ്മൾ വിചാരിക്കണം ഇവിടെ ആര് വരാൻ പോകുന്നു. ലിറ്റിൽ ഏഞ്ചൽ. അതെ, ലിറ്റിൽ ഏഞ്ചൽ എന്ന് ആര് വരാൻ പോകുന്നു, അതാ എനിക്ക് അറിയേണ്ടത്. ഞാൻ പറയട്ടെ, MJ സർ പറ. ഒരു ക്ലൂ. ബ്ലാ 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 ബ്ലാ. സംസാരത്തിന്റെ പൂരം. അതെ, അത് മാത്രമല്ല ഭയങ്കര കഴിവുകളുള്ള കുട്ടിയാണ്. അതെ, ബ്രില്യൻ മധുങ്ങൾ പറ ആരാ. അതെ, യെസ്, വെൽക്കം ടെസ കുട്ടി ഓൺ സ്റ്റേജ്. തിളങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടെസ ബേബി. ഹായ് ടെസ ബേബി. ഹലോ. അവരെ കണ്ടോ? ചത്തപ്പച്ച എന്റെ ഫ്രണ്ടില്ലേ, അവിടെ പോയായിരുന്നു. ചത്താപ്പച്ചലിന്റെ ഷൂട്ട് ചെയ്തായിരുന്നു. പേരെന്താ ഫ്രണ്ടിന്റെ? അഫൈ. അഭയനായിരിക്കും. ആ ഫ്രണ്ട് പല്ലില്ലാത്തോണ്ട് അങ്ങനെ അഭയാണ്. അഭയ് ഒന്നുകൂടി പറഞ്ഞേ. അഭയ് ഇപ്പൊ കറക്റ്റ്. ചാടുന്ന സീൻ. അയ്യോ, ആ സീനൊക്കെ കണ്ടു നേരത്തെ. മനസ്സിലായി. അപ്പൊ രസകുട്ടി എന്തായാലും പോകും, ഫ്രണ്ട് ഉണ്ടല്ലോ. അതെ, അപ്പൊ ആ കാര്യം നമ്മള് സേഫാ. അല്ല, എന്തുണ്ട് വിശേഷം? നാട്ടില് പോയിരുന്നോ? എന്നിട്ടില്ലേ, എവിടെ? കാഞ്ഞിരപ്പള്ളിയോ? മല്ലപ്പള്ളി. ഓ, അവിടെയാണല്ലേ. ഞാൻ ഓർത്തു ഈ കണ്ണാടി വെച്ച ആൾക്കാർക്കൊക്കെ ഭയങ്കര സീരിയസ് ആണ്. ഓ, എന്നിട്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നപ്പോ കോമഡി മാസ്റ്റർ എന്ന് പറയും. പാട്ടിനേക്കാളും നല്ല മിമിക്രിയാ. ഇതിപ്പോ അഭിനന്ദിച്ചതാണോ അപമാനിച്ചതാണോ? ഞാൻ മധുവങ്ങളിന് പച്ച ഒരു പേരിട്ടിട്ടുണ്ട്. എന്താണ്? ലേസ് പാക്കറ്റ്. അതെന്താ ലേസ് പാക്കറ്റ് എന്ന് പേരിട്ടെ? എന്ത് മധുങ്ങൾ ഒത്തിരി കഴിക്കുന്ന? അതല്ല, ലേസിനകത്ത് എന്താ ഉള്ളേ? കാറ്റ്. കറക്റ്റ്. എന്റെ ഉള്ളിൽ കംപ്ലീറ്റ് എയറാണെന്നാ. എവിടുന്ന് കിട്ടുന്ന എയർ? ശ്വാസമാണ്. ഞാൻ വിചാരിച്ചു ഗ്യാസിന്റെ മരുന്ന് കഴിക്കാന്ന്. അങ്ങനെ ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. 1 മാസം എടുത്താ പഠിച്ചത്. ഞാൻ പാടട്ടെ? പഠിക്കോ. ഇന്ദ്രധനുസ്സുകമീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരത വാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപഥം പ്രണവം വിടന്നു ലഞ്ഞു ലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗരംഗസുഖം സരവേഗ ദീപതാളമേകി മാരുതിയാ. ലളിതമുണരു സാവധാനലേ സാമഗാനലഹരിയോടെ രാമ. പക്ഷെ ആ വരി പഠിച്ചെടുക്കാൻ എഫേർട്ട്. 1 മാസം എടുത്തു ഇത് പഠിക്കാൻ. അത് മാത്രല്ല, അത്രയും ശ്വാസം വേണം. ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരത വാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപഥ പ്രണവം വിടന്നു ലഞ്ഞു ലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗരംഗസുതം സരവേഗ ദീപതാളമേകി മാരുതിയാ. അപ്പൊ നേരത്തെ പാടിയില്ല, അത് തന്നെയല്ലേ? അതന്നെ. ഞാൻ ഒരു എക്സ്ട്രാ വേറെ വരാൻ പിടിക്കുകയാണേ. മധുചേട്ടൻ വേറെ ലെവൽ. അതാണ് പറഞ്ഞു വന്നത്. ആർക്കെങ്കിലും പേരിട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ ലേസ് ആണ്. ലേസ് പാക്കറ്റ്. മധുചേട്ടനെ വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കും ഇങ്ങനെ. ആര്യചേച്ചിക്ക് വട്ടം ഒന്നും പോരാ. വട്ടോ? ചേച്ചിക്ക് വട്ടാണോ? ആര്യചേച്ചി ഒരു പാട്ട് പാടില്ലേ? തീം കിടതക തീം തില്ലാന മോഹനത്തിന്റെ തില്ലാന. തിന്തില്ലാന തിക്ക് തിക്ക് താന തിന്തില്ലാന തിക്ക് തിക്ക് താന തിന്തില്ലാന തിക്ക് തിക്ക് താന നാ തിക്ക് തിക്ക് തോ തിക്ക് തിക്ക് നാ തിക്ക് തിക്ക് തോ തിക്ക് തിക്ക്. അത് നല്ല അടിച്ചു പൊളിച്ചു ചേച്ചി. താങ്ക് യു. അതുകൊണ്ട് പക്ഷെ എനിക്ക് വന്ന പേരെന്താ അത് പറ. സ്മൈലി സ്റ്റിക്കർ. ചേച്ചി ഇരിക്കുമ്പോ ഫുൾ പല്ലും കാണും. 32 പല്ല് നമുക്ക് പുറത്ത് കാണാം. ഇത് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സ്മൈലി ഓർമ്മ വന്നു. ഹായ് ലേസ് പാക്കറ്റ്. അവരൊക്കെ പാട്ട് ചെയ്താ കൂടെ
എംജിങ്ങള് ആ, എല്ലാം ശാന്തം, സമാധാനം. 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 മ്യൂസിക്, തിങ് മ്യൂസിക്, MJ മ്യൂസിക് സോൺ. ഹലോ, ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കണതൊക്കെ? എന്നിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടേ. കുഞ്ഞാറ്റെ, മേളിലെടുക്കുമ്പോ അതിക്കിച്ചിരി കൂട്ടിയാ നമ്മളുടെ ട്രെയിനിങ് മാസ്ക്. എന്നിട്ട് ആ സംഗീതം നന്നായിട്ട് പാടിട്ടോ. ആ പാട്ട് പക്ഷെ നല്ലായിരുന്നു. അവൾ ആക്ട് ചെയ്ത് കാണിച്ചതാ. സ്മൈൽ ഇങ്ങനെയാ. എങ്ങനെ ശാന്തം, സമാധാനം. കാണിക്കണതൊക്കെ എങ്ങനെയാന്ന്? എങ്ങനെ സന്തോഷായില്ലേ? പേര് നമ്മള് കഴിക്കുന്ന ഒരു സാധനം ഇടാം. ആ ശരി. പഞ്ഞിമുട്ടായി. നല്ല പഞ്ഞിമിഠായി. നല്ല ബന്ധമുള്ളത്. സോഫ്റ്റാ. എനിക്ക് കളിക്കാൻ തോന്നും. കവളൊക്കെ പിടിച്ച്. അതെ, മീനൂട്ടിനും കൂടെ ഒരു പേര്. എനിക്ക് ആലോചിച്ചിട്ടാ മതി. കുഞ്ഞു പോയി നാളെ വല്ലതും. വേണ്ട പോന്നെ, പറഞ്ഞോ ഒരു പേര്. പേര് ഞാൻ അടുത്ത ദിവസം പറയാം. പേരടുത്ത ദിവസം. ഞാനൊരു കാര്യം പറയാവേ. ഈ മീനൂട്ടി ചേച്ചിയില്ലേ, പണ്ടൊക്കെ ഇങ്ങനെ കുഴഞ്ഞൊക്കെ ആയിരുന്നു പറയുന്നത്. അധികം ആൻസർ ഒന്നും കൊടുക്കാതെ. ഇപ്പൊ ആണെങ്കിൽ കൗണ്ടറും പിന്നെ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കോൺഫിഡൻസ് ഉണ്ട്. ഒബ്സർവ് ചെയ്യണം കേട്ടോ ഈ കുട്ടി. ഞാൻ പോലും കൊഴിഞ്ഞൊക്കെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞു. അപ്പൊ എത്ര പ്രായം ഉണ്ടായിരുന്നു ടെസ്സക്ക്? എത്ര വയസ്സുണ്ടായിരുന്നു? ജനിച്ചിട്ടില്ലായിരുന്നു ടെസ്സക്കുട്ടി. ഇപ്പൊ എത്ര വയസ്സുണ്ട് ടെസ്സക്കുട്ടിക്ക്? ഇപ്പൊ 7. അപ്പൊ എന്തായാലും ജനിച്ചിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കോ മീനുട്ടി എടുത്ത്? എന്താ? 5 കിലോ ഇരുമ്പിനാണോ 5 കിലോ പഞ്ഞിക്കാണോ കൂടുതൽ വെയിറ്റ്? 5 കിലോ ഇരുമ്പിനാണോ 5 കിലോ പഞ്ഞിനാണോ കൂടുതൽ? ഞാൻ ആലോചിച്ചിട്ട് പറയാം കേട്ടോ. സമാധാനായില്ലേ ഇതുവരെ? എന്ത് രണ്ടിനും ഒരേ വെയിറ്റ്? തൃപ്തിയായില്ലേ? എത്ര വർഷം എടുത്തത് പഠിക്കാൻ? ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ എല്ലാവരെയും ഇങ്ങനെ ചെയ്തല്ലോ. ഇനി ആരെയാ വേണ്ടത്? രാകേഷങ്ങളെ വേണോ? വേണം. മോനെ, അത് പറ്റില്ല, ഇത് കോമ്പറ്റീഷൻ അല്ലേ, അത് പറ്റില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റിപ്പീറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. പറ്റത്തില്ല എന്ന് വെച്ചാൽ. കൊള്ളാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഏത് പാട്ടാ പാടുന്നത് കുട്ടി? തള്ളു 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 പന്നാസു വണ്ടി. മൊത്തം തള്ളായിരുന്നു. ഇവിടെ ഇല്ലേ ബാക്കിലെ തള്ളാനെ കുറെ ചേച്ചിമാര് വന്നിട്ടുണ്ടേ. എന്റെ ധ്വനി സ്കൂളിലെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചിമാരാണ്. അവരും പുറകെ നിന്ന് എന്റെ കൂടെ ഡാൻസ് കളിക്കും. വർഷം 1971. അതായത് MJ അങ്കിള് ജനിച്ച വർഷം. എനിക്ക് അത്ര വയസ്സുണ്ട്. എന്നിട്ട് ലിറിക്കിസ്റ്റ് ഭാസ്കരൻ മാസ്റ്റർ, മ്യൂസിക് ഡയറക്ടർ എറ്റുമ്മർ, വെരി ഗുഡ്. സിംഗർ അടൂർ ബാസി സാറും പിന്നെ ലത ചേച്ചിയും ലത ആന്റി അമ്പിളി മാമും. സിനിമ ആഭിജാത്യം. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ നിങ്ങളും റെഡി അല്ലേ? കുറച്ച് നേരമായിട്ട് ഇപ്പോഴല്ലേ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കേണ്ടി വന്നത്. ഇതുണ്ടല്ലോ, ഇതൊരു പാട്ടുകാരി മാത്രമല്ല, ഒരു കുട്ടി ആക്ട്രസ് ആണ് കേട്ടോ. കൊറേ മൂവീസിലും ആഡ്സിലും ഒക്കെ ടെസ്സക്കുട്ടി ചെയ്തിട്ടുണ്ട്. ദൈവമേ, കൊറേ പരസ്യത്തിലും സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ട്രസും കൂടിയാണ്. ഓക്കെ, പാട്ട് കേൾക്കാം ഇനി. ഓൾ ദ ബെസ്റ്റ് മാം. കള്ളിൻകുടമൊരു ഡ്രൈവർ, പല്ലക വീട്ടൊരു ക്ലീനർ, തള്ളിക്കേറ്റം കേറ്റും
കോറസ് നൈസ്. താങ്ക് യു സർ. ധ്വനീസ് ഡാൻസ് സ്കൂൾ അല്ലേ? സൂപ്പർ അടിപൊളിയാണ്, സൂപ്പറാണല്ലോ. ഉഗ്രം, അല്ലേ? നല്ല ഗ്രേസ്. Energetic dancers. വെറുതെ അല്ല, നമ്മുടെ ടെസക്കുട്ടി ഇതുപോലെ. ചേച്ചിക്കൊക്കെ ഭയങ്കര അത് പേടിയായിരുന്നു. ചേച്ചിയായിരുന്നോ? അയ്യോ ഞാൻ ചേട്ടനാന്ന് വിചാരിച്ചു. ഒരു മീശയൊക്കെ വെച്ച് പേരെന്താ? ചേച്ചി. ശ്രീബാല. ശ്രീബാല. ഇപ്പുറത്തുള്ളതും ചേച്ചിയാണോ ചേട്ടനാണോ? അതും ചേച്ചിയാ. പേരെന്താ? എന്റെ പേര് അർച്ചിത. അർച്ചിത. ആ, എന്റെ പേര് ശ്രീനന്ദിനി. ശ്രീനന്ദൻ. ശ്രീനന്ദിനി. അങ്കിത. ആദിത്യ. ആഹാ. അനീക. ഈ ധ്വനി സ്കൂൾ എവിടെയാ? ഡാൻസ് സ്കൂൾ എവിടെയാ? അത് കുര്യനാട്. കുര്യനാട്. അത് നമ്മുടെ പാടാ പറയാൻ. കൂത്താട്ടുകുളം അല്ലെ? ആ ഭാഗത്താണല്ലേ? ഇവരുടെ സിനിമയുടെ പേരെന്തുവായിരുന്നു? പച്ചത്തത്തയോ? പറയട്ടെ. ചത്തപ്പച്ച. 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 ആ, ഒരു ഡാൻസ് ഉണ്ടല്ലോ. എല്ലാവരും ഇങ്ങോട്ട് വാ, നമുക്ക് ആ ഡാൻസ് കളിക്കാം. ആ ആ നമ്മുടെ ഡാൻസ് ആ ഡാൻസ് വാ. എല്ലാവരും വാ. എല്ലാവരും ഇവിടെ നിരന്നു നിന്നോ. ആ നിരന്ന് നിന്നോ എല്ലാരും. എന്നിട്ട് ഏത് പാട്ടാ? ആ പച്ചത്തത്തയുടെ പാട്ട്. പച്ചത്തത്തയല്ല, ചത്താപ്പച്ച. ചത്തപ്പച്ച. ആ. ചത്തപ്പച്ച. പാട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? രാകേഷ് അങ്കിളിന്റെ കയ്യിലുണ്ട്. ആ, ആ. ഓക്കെ. രാഗശങ്കർ പാട്ട് വെക്കും. കഴിഞ്ഞു. പൊളി. ഇഷാൻ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ആ ഡാൻസ്? അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, സീരിയസ്ലി. ഇതൊക്കെ എപ്പോ പഠിച്ചു? ചുമ്മാ നോക്കിയപ്പോ ഇടയ്ക്ക് കിട്ടിയ ഒരു ഡാൻസാ. ഓ സിമ്പിൾ. സെൽഫ് കോറിയോഗ്രാഫി ഓൺ ദ സ്പോട്ട്. ഇതൊക്കെ സിമ്പിൾ. ഒരു കാര്യം ചോദിക്കട്ടെ, പടത്തിന്റെ പേരെന്തായിരുന്നു? പച്ചത്തത്ത. അതെന്തിനാ അങ്ങനത്തെ ഒരു വാക്ക് ഇട്ടേക്കുന്നത്? ഇച്ചിരൂടെ നാക്ക് കൊടുക്കാതെ അടുത്ത സിനിമ ചെയ്യുമ്പോ നിങ്ങൾ എല്ലാവരും സെക്കൻഡ് ശ്രദ്ധിക്കണം. പാർട്ട് നമുക്ക് തത്തപ്പച്ചാക്കാം. അപ്പൊ താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ എല്ലാവരും, ഞാൻ കരാട്ടയുടെ യെല്ലോ ബെൽറ്റ് ആയി. കൺഗ്രാറ്റുലേഷൻസ്. ഒരു കിക്ക് കാണിച്ചാ. ഓ എല്ലാത്തിനും റെഡിയാ. ആഹാ. അടുത്ത പടത്തില് ഉറപ്പായിട്ട് കാസ്റ്റ് ചെയ്യാം. കരാട്ട പടത്തില് അല്ലേ? ഒരു പ്രൊഡ്യൂസറാ പറഞ്ഞത്. ഓക്കെ അല്ലേ? അവക്ക് സന്തോഷമായി. അപ്പൊ താങ്ക് യു 4 പേർക്കും. നിങ്ങൾക്കും താങ്ക് യു. നേരത്തെ എന്താ പറഞ്ഞ? കാറിന്റെ കാര്യം. ആ, കാറിന്റെ കാര്യം. എന്താ? ഇല്ലേ, കാറിനെ കുറിച്ച് മറ്റേ മുളകിന്റെ കാര്യമൊക്കെ പറയാനുണ്ട്. അത് പറഞ്ഞാലേ കാറ് മുളകും തമ്മിൽ എന്ത് ബന്ധം? ഒരു സാധനം ഉണ്ട്. പക്ഷേ അത് പറഞ്ഞാലേ 1 മണിക്കൂർ എടുക്കും. 8 മണിയാവും. മഹാലക്ഷ്മി സീരിയൽ തുടങ്ങും. ഓ അത് ശരി. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് അടുത്ത ദിവസമായാലോ? അടുത്ത പാട്ട് അടുത്ത ദിവസം. അടുത്ത പാർട്ട് കണ്ടിന്യൂഷൻ. അടുത്ത പാർട്ടാ. കാറ് മുളക് കാർ എന്നൊക്കെ പറഞ്ഞില്ലേ? അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാണ്. ആ, അടുത്ത എപ്പിസോഡിൽ പറയാനാ. അതെ, അല്ലെങ്കിൽ ഇപ്പൊ സോ serial വെയിറ്റ് ഫോർ ദ തുടങ്ങും. നെക്സ്റ്റ് എപ്പിസോഡ് അല്ലേ? So wait for the next episode. അല്ലെങ്കിൽ മഹാലക്ഷ്മി സീരിയൽ തുടങ്ങും. ഇടയ്ക്ക് കുറെ സ്വരങ്ങളൊക്കെ പാടിയല്ലോ. ഏത് സ്വരങ്ങള്? തള്ളു അതിനിടയിൽ സ്വരങ്ങളുടെ ആവശ്യമുണ്ടോ? പാപ്പാ മകരി. ലിറിക്കിസ്റ്റ് അല്ലേ എഴുതിയത്? ലിറിക്കിസ്റ്റ് അങ്ങനെ എഴുതിയത് കൊണ്ട് കുഴപ്പമൊക്കെയാണല്ലേ? അതെങ്ങനെയായിരുന്നു സ്വരം? പാപ്പാ മകരി ഇങ്ങനെ. പാപ്പാ മകരി മാമാ ഗരിസാ അതാണ് നല്ല രസമായിരുന്നു. എന്തൊക്കെയാണ്? ജീപ്പ്, പിന്നെ ഡാൻസ് സ്കൂളിലെ ചേച്ചിമാര്, രസക്കുട്ടി, എല്ലാരും കൂടെ അടിച്ച് പൊളിച്ച് തകർത്ത്. അയ്യോ 2 ടയർ